സ്കിന്നെ എത്ര ഗ്ലോ ചെയ്താലും മുഖത്തെ ചില അനാവശ്യ മറുകുകൾ പലരുടെയും ഉറക്കം കെടുത്താറുണ്ട്. കവിൾത്തടങ്ങളിലോ ചെവിയുടെ ഭാഗത്തോട്ടോ ചേർന്നോ കഴുത്തിന്റെ വശങ്ങളിലൊക്കെയാണ് ഇത്തരം മറുകുകൾ കൂടുതലായും കാണപ്പെടുന്നത്. ഇത് സാധാരണയായി റൗണ്ടിലോ ചിലപ്പോൾ ഓവൽ ഷേപ്പിലോ ഇരുണ്ടതോ ചെറുതുമായ പാടുകളായിരിക്കും. ചിലത് ചർമ്മത്തിനുമേൽ തടിച്ച രീതിയിലും കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവ ഒഴിവാക്കാൻ പ്രത്യേക ക്രീമുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്നാൽ ഇത്തരം റിസ്കുകൾ ഏറ്റെടുക്കുന്നതിന് മുന്നേ നാച്ചുറലായി മറുകുകൾ നീക്കം ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിന് ഉപകാരപ്രദമായ ചില കുറുക്കുവഴികൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ചർമ്മത്തിൽ തുല്യമായ രീതിയിൽ പടരാത്ത ചർമ്മകോശങ്ങളുടെ കൂട്ടമാണ് മറുകുകൾ. ഇത്തരം ചർമ്മകോശങ്ങളെ ശാസ്ത്രീയമായി മെലാനൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഈ കോശങ്ങളാണ് പിഗ്മെന്റിനെ അതിന്റെ നിറം നൽകുന്നത്. ചർമ്മത്തിലുണ്ടാകുന്ന ഇത്തരം മറുകുകൾ എല്ലാം തന്നെ തുടക്കത്തിൽ മിക്കവാറും ഉരച്ചിലുകളും ചൊറിച്ചിലും തുടങ്ങിയ പ്രകോപനങ്ങളെ പ്രകടിപ്പിക്കാറുണ്ട്. ഇതിന് കാരണം സൂര്യനിൽ നിന്നും ഏൽക്കുന്ന പ്രകാശവും ചർമ്മം ഉൽപ്പാദിക്കുന്ന മെലാനിൻ എന്ന പദാർത്ഥവുമാണ്. കാലക്രമേണ ഇത്തരം മറുകുകൾ തവിട്ടു നിറമായി മാറാറുണ്ട്. ചില മറുകുകൾ നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനും കൂടുതൽ മനോഹരമായി തീർക്കുവാനും സഹായിക്കും. എന്നാൽ മറ്റു ചിലത് അത്ര മനോഹരമാകില്ല. എന്നാൽ ഇത് പൂർണ്ണമായും നമ്മുടെ ചർമ്മത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ചില ടിപ്പുകൾ എന്തൊക്കെയാണെന്നറിയാം. മറുക് മായ്ക്കാനായി ഒന്നല്ല ഒരുപാട് ടിപ്സുകളുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളവ ഈ പറയുന്നതിൽ വെച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. 2 നുള്ള് ബേക്കിംഗ് സോഡ എടുത്ത് അതിലേക്ക് 2 തുള്ളി ആവണക്കെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം. ശേഷം മറുകിന് മുകളിൽ തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ വീടുകളിൽ എപ്പോഴും നേന്ത്രപ്പഴമുണ്ടാകും. എന്നാൽ ഇനി പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി വലിച്ചെറിയാതെ നമ്മുടെ മുഖത്തെ മറുകുകൾ കളയാൻ ഒരു കൂട്ടുണ്ടാക്കാം. ഇതിനായി നേന്ത്രപ്പഴത്തൊലി ചെറുതായി മുറിച്ച് മറുകിൻ്റെ മുകളിൽ വയ്ക്കാം. ആപ്പിൾ സിഡർ വിനെഗറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് മറുകുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാം. ശേഷം ഇത് ഉണങ്ങിയാൽ കഴുകിക്കളയാം. മറ്റൊരു ടിപ്പ്, ചെറിയ ഉള്ളിയോ സവാളയോ ചെറുതായി മുറിച്ച് മറുകിന് മുകളിൽ വയ്ക്കുക. വെളുത്തുള്ളി മുറിച്ച് അതിൻ്റെ നീര് വെച്ച് മസാജ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഈ ഒരു ടിപ്പ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കാരണം സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾക്ക് ഇത് പൊള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട്. പൈനാപ്പിൾ ജ്യൂസ് മറുകിന് മുകളിൽ പുരട്ടാം. നാരങ്ങാനീര് പുരട്ടുന്നതും മറുകിന്റെ ഇരുണ്ട നിറം കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഈ പറഞ്ഞ വിദ്യകളിൽ ഏതെങ്കിലും പരീക്ഷിക്കുമ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം മാത്രം കഴുകിക്കളയാൻ ശ്രമിക്കുക. രാത്രി മുഴുവൻ വയ്ക്കാൻ പറ്റിയാൽ അത്രയും ഗുണം. കൂടാതെ ഈ മിശ്രിതങ്ങൾ ഒലിച്ചു പോകാതിരിക്കാൻ ബാൻഡേജോ സർജിക്കൽ ടാപ്പോ ഉപയോഗിച്ച് ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസമെങ്കിലും തുടർച്ചയായി ഈ വിദ്യകൾ പരീക്ഷിച്ചെങ്കിൽ മാത്രമേ മറുകിൽ പ്രകടമായ മാറ്റങ്ങൾ കാണാനാകൂ. എല്ലാ മറുകും പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഇത്തരം വഴികൾ ഫലപ്രദമായിരിക്കില്ല. എങ്കിലും മറുകിൻ്റെ ഇരുണ്ട നിറം കുറയ്ക്കാൻ ഇത് പൂർണ്ണമായും നിങ്ങളെ സഹായിക്കും. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അറിയാം. ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞു വേണം ചെയ്യാൻ. കൂടാതെ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്. ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച പാക്കിൽ നിന്ന് ഒരല്പം എടുത്ത് നമ്മുടെ കൈകളിലോ കാലുകളിലോ ഒരല്പം സമയം വെച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യാം. തുടർന്ന് ഇതിൽ നിന്ന് നമുക്ക് ചൊറിച്ചിലോ ഇറിറ്റേഷനോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്കിത് മറുകിന് മുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ചർമ്മത്തിൽ മറുകുകൾ അധികമായി കണ്ടാൽ ഉടൻ തന്നെ ചർമ്മരോഗ വിദഗ്ധനെ സമീപിക്കുകയും വിശദമായ ടെസ്റ്റുകളിലൂടെ മറുകുകളുടെ സ്വഭാവം തിരിച്ചറിയുകയും അനുയോജ്യമായ ചികിത്സ തേടുകയും ചെയ്യണം. ചില മറുകുകൾ അർബുദത്തിന് കാരണമാകുന്നവയാണ്. നിറത്തിലും രൂപത്തിലും വലുപ്പത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മറുകുകൾ അർബുദ മറുകാകാം. പക്ഷേ ഇതത്ര ഉപദ്രവകാരികളല്ലാത്ത മറുകാണെങ്കിൽ മാത്രമേ വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കാവൂ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.